നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ റീസർവേ നടക്കാൻ പോവുകയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ വീടും പറമ്പും എല്ലാം മുൻപെല്ലാം അളന്നിരുന്നത് വില്ലേജുകളിൽ നിന്ന് ആളുകൾ കൊണ്ട് വന്ന് ആ രീതിയിലൊരു അളക്കലായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി നൂതന സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചും മറ്റ് കോർസ് ETK തുടങ്ങിയ നൂതന സാങ്കേതികവിദ്യകളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ വീടും പറമ്പും പാടങ്ങളും എല്ലാം അളക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു കേരളപ്പിറവി ദിനത്തിൽ എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ എന്ന പേരിലാണ് നമ്മളിത് നടപ്പിലാക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ 1550 വില്ലേജുകളിലാണ് ഈ ഒരു എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ നടക്കാൻ പോകുന്നത്. ടോട്ടൽ 1666 വില്ലേജുകളാണ്. ബാക്കി വരുന്ന 116 വില്ലേജുകൾ ഓൾറെഡി ഈ സർവേ നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന ഈ ഒരു 1550 വില്ലേജുകളിലാണ് ഈ ഒരു എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സർവേ നടക്കുമ്പോൾ നമുക്ക് എന്ത് ബെനിഫിറ്റാണ് വരാൻ പോകുന്നത്? ബെനിഫിറ്റ് അവിടെ നിൽക്കട്ടെ, നമുക്ക് മിക്ക ആളുകൾക്കുള്ളൊരു ആശങ്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഭൂമി നഷ്ടപ്പെടുമോ? അതിന് അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ആളുകളുടെയും അധിക ഭൂമി അല്ലെങ്കിൽ വിരിവ് ഭൂമി ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ആധാരത്തിൽ ചിലപ്പോൾ ഒരു 25 സെൻറ്റോ 50 സെൻറ്റോ ഒക്കെ ആയിരിക്കും ആധാരത്തിൽ കാണിച്ചിരിക്കുക. എന്നാൽ ശരിക്കും ചിലപ്പോൾ ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ ഒക്കെ മിക്ക പേർക്കും അധികം ഉണ്ടായിരിക്കും. അത് ഈ പണ്ടത്തെ അളക്കലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് രീതിയിലെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണിത്. അപ്പോൾ ഈ രീതിയിൽ അധികം വരുന്ന ഈ ഒരു ഭൂമി ഗവൺമെൻറ് എന്ത് ചെയ്യും? അത് നമുക്ക് നമ്മുടെ പേരിൽ പതിച്ചു തരുമോ, അല്ലെങ്കിൽ അത് സർക്കാർ തിരിച്ചെടുക്കുമോ? ഈ രീതിയിലൊരു ആശങ്കയാണ് ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത്തെ കേസ് ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ചിലപ്പോൾ ആധാരത്തിൽ 10 സെൻറ്റ് ഭൂമി ഉണ്ടായിരിക്കും, റിയൽ നമ്മൾ അളന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് 9 അല്ലെങ്കിൽ 8 ഒക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അയൽപ്പക്കത്തെ ആൾ ചിലപ്പോൾ വെട്ടിപ്പിടിച്ച ഭൂമി, ഇത് നമുക്ക് തിരിച്ചു കിട്ടുമോ? അപ്പോൾ ഈ രീതിയിൽ ഒത്തിരി ആശങ്കകളാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. പിന്നെ ചിലരൊന്നും നാട്ടിലുണ്ടാവില്ല, വിദേശത്തോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഭൂമി അളക്കുന്ന സമയത്ത് ഇപ്പം നാട്ടിലില്ല, അപ്പോൾ എന്താണ് ചെയ്യുക? നമുക്ക് വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ രീതിയിലുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംശയങ്ങളുള്ള വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ സർവേ വരാൻ പോകുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സർവേ കൊണ്ട് ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ സർവേ പൂർത്തിയാവുന്നതോടുകൂടി വരുന്ന 4 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൂർത്തിയാവുന്നതോടുകൂടി നമുക്ക് ആധാർ കാർഡ് തരുന്ന പോലെ നമുക്കൊരു പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് വെച്ചിട്ടായിരിക്കും നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുക. അതായത് നമുക്ക് ബാങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ നമുക്കൊരു കാർഷിക വായ്പ എല്ലാം എടുക്കണമെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഈ ആധാർ നമ്പർ പോലെ ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് നമ്പർ മാത്രം സബ്മിറ്റ് ചെയ്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും ഒരു കാർഷിക ലോൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി. കാരണം ഈ ഒരു നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നികുതി അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പോക്കുവരോ എന്തെങ്കിലും ഇഷ്യൂസുകളുണ്ടോ, കുടിക്കട സർട്ടിഫിക്കറ്റ്, ഈ രീതിയിലുള്ള എല്ലാ ഇഷ്യൂസുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് സിമ്പിളായിട്ട് ഒക്കെ നമ്മുടെ വിരൽത്തുമ്പിൽ അറിയാൻ സാധിക്കും ഈ ഒരു സർവേ നടന്നു കഴിയുമ്പോൾ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അതായത് ആധാരം എന്നുള്ള പേപ്പർ ഡോക്യുമെൻ്റ് എന്നൊക്കെ മാറി നമുക്ക് സിമ്പിളായിട്ടൊരു കാർഡ് ബേസിലേക്കായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സർവേ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ പറമ്പിലൊക്കെ വരുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിരുകൾ വ്യക്തമാക്കിയിരിക്കണം. അതായത് നിങ്ങളുടെ അതിരുകളിൽ ചെറിയ ചെറിയ മരച്ചിലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടി മാറ്റി അല്ലെങ്കിൽ അതിരുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഒരു ഇഷ്ടിക വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, കോർണറുകൾ മാർക്ക് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ ഒരു പലകമേൽ പെയിന്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. അത് അതിരുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഈ ഡ്രോൺ ക്യാമറകളൊക്കെ വെച്ച് നമ്മുടെ ആകാശത്തൂടെ പറന്നിട്ടാണ് ഇത് നമുക്ക് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുക. അപ്പോൾ നമ്മുടെ അതിരുകളെല്ലാം കൃത്യമായിട്ട് ഈ ക്യാമറയിൽ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കോർസ് ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് നമുക്ക് അതിരുകൾ അളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിരുകൾ കൃത്യമായിട്ട് നമ്മൾ കാട്ടിക്കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സർവേ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സർവേ നമുക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് വെക്കാൻ പറ്റും, കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ കേരള ഗവൺമെൻറ് ഇതിൻ്റെ ഒരു എൻ്റെ ഭൂമി .kerala.go.in എന്നുള്ളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു സൈറ്റ് കയറി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ വിശദ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ആ സൈറ്റിൽ തെളിയുന്നതായിരിക്കും. അതായത് വില്ലേജിലുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ നോക്കി വെക്കുക നമ്മൾ. അപ്പോൾ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇമെയിൽ ID നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്ഥലത്ത് എന്നാണ് സർവേ വരുന്നതെല്ലാം ഈ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് അല്ലെങ്കിൽ മെയിൽ നോട്ടിഫിക്കേഷനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് അലേർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ നാട്ടിലില്ലാത്ത ആളുകൾക്കെല്ലാം ഈ രീതിയിൽ അറിയിക്കും. അതുപോലെ തന്നെ സർവേ സഭകളെല്ലാം ഓരോ വില്ലേജുകളിലും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സർവേ സഭകൾ വഴിയും നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഇത് അളക്കാൻ വരുന്നത് നമ്മളെല്ലാവരും തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു രീതിയിലുള്ള ആശങ്ക നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല
കേരളത്തിലാട്ടോ ഈ ഒരു ഡിജിറ്റൽ റീസർവേ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളും ഈ ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് കേരളത്തിൻ്റെ ഒരു സ്കീം അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇത് 2021 ഏപ്രിൽ 24 നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്ത്. അതിന് മുന്നേ ഇതുണ്ട്. അതായത് ഒരു 9 സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കി സക്സസ്ഫുൾ ആയെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് കഴിഞ്ഞ വർഷം ഇത് ഇനാഗുറേഷൻ നടന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ കേരളത്തിലും ഇത് നടപ്പിലാക്കുന്നത് മാത്രം. പക്ഷേ നമ്മളിവിടെ ഒരു എൻ്റെ ഭൂമി എന്നുള്ളൊരു പേരിൽ പുതിയൊരു പേരിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് സ്വാമിത്വ എന്നൊരു സ്കീമാണിത്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. അതായത് എത്ര സംസ്ഥാനങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ട് ഏതെല്ലാം വില്ലേജുകൾ അല്ലെങ്കിൽ എത്ര വില്ലേജുകൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ കേരളത്തിൽ എത്ര വില്ലേജുകളിൽ ഈ ഒരു സർവേ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ എത്ര വില്ലേജുകൾക്ക് പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്തിട്ടുണ്ടെന്നുള്ള കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു സ്വാമിത്വ എന്നുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സർവേ തീരുന്നതനുസരിച്ച് ഈ ഒരു സ്വാമിത്വ എന്നുള്ള വെബ്സൈറ്റ് കയറുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു വരും 4 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ കംപ്ലീറ്റ് ആക്കാനാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പോൾ നമ്മുടെ സ്ഥലമെല്ലാം അളന്നു പോയതിന് ശേഷം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഭൂമി എന്നുള്ള സൈറ്റിൽ ഇവർ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിന് എന്തെങ്കിലും ഇഷ്യൂസുകളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പരാതി രേഖപ്പെടുത്താൻ ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് നിങ്ങൾക്ക് അവിടെ പരാതി രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അധിക ഭൂമിയുള്ളൊരു ഇപ്പോൾ ഒരു 50 സെൻറ്റ് സ്ഥലം നിങ്ങളുടെ റെക്കോർഡുണ്ട്, ഒരു 55 സെൻറ്റ് സ്ഥലം നമുക്ക് അളക്കുന്ന സമയത്ത് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ അധിക ഭൂമി നിങ്ങൾക്ക് പതിച്ചു തരാനുള്ള സാധ്യത ഉണ്ട്. ഗവൺമെൻറ് ഒരു സെറ്റിൽമെൻറ്റ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് അത് പതിച്ചു തരാൻ വേണ്ട ഒരു പ്ലാൻ ഗവൺമെൻറ് കയ്യിലുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ അധിക ഭൂമി ഗവൺമെൻറ് സർക്കാർ ഭൂമി ആവരുത്, അതുപോലെ തന്നെ തർക്ക ഭൂമിയും ആവരുത്. നിങ്ങളുടെ അയൽവാസി ഇഷ്യൂസുകളെല്ലാം ഉണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കില്ല. അങ്ങനെ ഇഷ്യൂസുകളൊന്നും ഇല്ലാത്തൊരു ഭൂമിയാണെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് ആക്ട് പ്രകാരം ഇത് പതിച്ചു നൽകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുതന്നെ കേസായിട്ടോ കിടക്കുന്ന സ്ഥലവും അവർ അളക്കും. പക്ഷേ സ്റ്റേ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലങ്ങൾ ഇവർ അളക്കുന്നതാവില്ല. ഇപ്പം നാട്ടിലില്ലാത്തൊരു വ്യക്തി അവരുടെ സ്ഥലം അളക്കാൻ വരുന്നത് ഇതേപോലെ ഇൻറ്റിമേഷൻസ് എല്ലാം വരും. നമ്മൾ ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളെ ഏൽപ്പിക്കാം. അതല്ലെങ്കിൽ സർവേക്ക് വരുന്ന ആളുകളെ വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ സ്ഥലത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് കയറി നിങ്ങളുടെ സർവേ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിലം പുരയിടമായിട്ട് കൺവേർട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും തിരിച്ചു പോകുന്നതായിരിക്കില്ല. ആ രീതിയിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ക ഒരു സേഫ് ആയിട്ടുള്ള സർവേ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ സർവേൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ സർവേ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻ്റെ ഭൂമി സൈറ്റിൽ കയറിയിട്ട് നോക്കുക. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡിക്കലായിട്ടും അതുപോലെ ഇവർ അപ്ലോഡ് ചെയ്തതും ശരിയാണോ നിങ്ങൾ വെരിഫൈ ചെയ്യണം. രണ്ടാമത് ഇവർ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അതിരുകൾ വ്യക്തമാക്കുക. പെയിൻ്റ് അടിച്ചിട്ടും അതുപോലെ തന്നെ ഇഷ്ടിക വെച്ചിട്ടൊക്കെ നിങ്ങൾ അതിരുകൾ മാർക്ക് ചെയ്തിടുക. മൂന്നാമത് എന്തെങ്കിലും ഇഷ്യൂസുകൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കാണുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പരാതിയായിട്ട് അവിടെ അറിയിക്കുക. ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ തുടർന്നും നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.